ചാനലൊന്ന് മാറ്റേ, നീ ഒന്ന് പോടി അവിടുന്ന്. ചാനല് മാറ്റിക്കാ. ഒന്ന് ഉറപ്പിക്കാതെ പോകുന്നുണ്ട് മുമ്പ്. ഇതെന്താണ് നനഞ്ഞ കോഴിപ്പോലെ കിടക്കുന്നത്? അന്നെ ആ പെണ്ണ് തേച്ചല്ലേ? ഒന്ന് ചിലക്കാതെ പോകുന്നുണ്ടടി. ഒന്നും പറയണ്ട, ഞമ്മൾ അറിഞ്ഞു, എന്നോട് എല്ലാം പറഞ്ഞു. അന്നെ തേച്ചതേ കണക്കായിപ്പോയി. നോക്കി എവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ ചവിട്ടി കൂട്ടൂടെ ഞാൻ. എന്തൊക്കെയായിരുന്നു സ്റ്റോറി ഇടുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, നാലാൾക്കാരെ വിളിച്ച് കാണിക്കുന്നു. നീയൊക്കെ പാര വെച്ചിട്ടാണ് അവള് എന്നിട്ടിട്ട് ഇവിടെ പെങ്ങളായിട്ട് എനിക്കൊരു ഒരു ഉള്ളിത്തോല് പോലും മേടിച്ചു തന്നിട്ടില്ല. എന്നിട്ടാണ് വാലന്റൈൻസ് ഡേ കിട്ടിയ ഡീബിയറിനെ മേടിച്ചു കൊടുത്തേക്കും. എന്തൊക്കെ പ്രഹസനായിരുന്നു. മുമ്പ് പോയിക്കട്ടാ. കണക്കായിപ്പോയി. അയ്യോടാ, കുറച്ചും കൂടെ ഉറക്കം വിളിച്ചു തരാ. അന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞല്ല പെണ്ണെന്നെ തേക്കും. അപ്പൊ ഓള് നല്ല പെൺകുട്ടി, കാണാൻ മൊഞ്ചത്തി. എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എല്ലാം തീർന്നില്ലേ? എല്ലാരും പോയി, എന്റെ ഇക്കാക്ക് മാത്രം തന്നെയായി. എടി നോക്ക്, ക്ഷമക്കൊക്കെ ഒരു പരിധി ഉണ്ട്. വെറുപ്പിക്കില്ല വന്നിട്ട്. അതെ അതെ, കുറച്ചുകൂടെ കര നാട്ടുകാരൊത്ത് അറിയട്ടെ. എന്റെ ഇക്കാക്കാന്റെ ലൈൻ പൊട്ടിയായിരുന്നു, ഞാൻ മാത്രം അറിഞ്ഞ പോരല്ലോ. നാട്ടുകാര് വീട്ടുകാരെല്ലാം അറിയട്ടെ. കരയണില്ലേ ഇക്ക ബാക്കിയും കൂടെ? ഉമ്മ ഈ സൈത എന്നെ കൊല്ലുന്നുമ്മ. കണ്ടില്ലേ കൊറേ നേരമായിട്ട് വെറുപ്പിക്കാൻ എന്താ പ്രശ്നം? ഓന്റെ പെണ്ണ് തേച്ചിട്ട് പോയി. നമ്മളെ ചോദിച്ചേനാ ഈ ചാടിക്കടിക്കുന്നേ. ഉമ്മാന്റെ മോനെ നിരാശകാമോനാ ഇപ്പൊ. വല്ലാണ്ട് വെറുപ്പിക്കല്ലേ അളി മോളും കൂടെ. ഇതൊന്നും അല്ലായിരുന്നല്ലോ ഉമ്മ. വിളിക്കുമ്പോ കാണാൻ പോകുന്നു, കറങ്ങാൻ പോകുന്നു. തേപ്പ് കിട്ടിയേക്കണം, അപ്പളെ അതിന്റെ വിഷമം മനസ്സിലാവും. ഉമ്മ ടെഡി ബിയർ ചോക്ലേറ്റിനെ പറ്റിയൊക്കെ ചോദിക്കും. ഇവിടെ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട് ഈ. എന്നിട്ടാ ഓൾക്ക് മേടിച്ചു കൊടുക്കുന്നു. സാരില്ല, വെറുപ്പിച്ചല്ലേ മതി വെറുപ്പിച്ചത്. രണ്ടും കൂടി ഒന്ന് പോയ മുമ്പിൽ രണ്ട് നല്ല വളം വെച്ച് തരില്ലല്ലോ. ഉമ്മ എന്താ പറഞ്ഞ മനസ്സിൽ കയറ്റി മണവാട്ടിയാക്കി വെച്ചേക്കല്ലായിരുന്നാ? എടി ഇബ്ലീസേ, അവന്റെ പല്ല് 32 ഞാൻ അടിച്ചു പോയിക്കൂട്ടോ. പറയണ്ടിക്ക, പാവ ഉമ്മ കരയുന്നുണ്ടില്ലേ. എന്തൊക്കെ ഇരിക്കട്ടെ ഉമ്മ, എന്നെ പോലെ അത്രയും കെയർ ചെയ്തിട്ടില്ല. ഓളെ കാണാൻ പോകുന്നു, മിഠായി മേടിക്കുന്നു, രാത്രി വീടിന്റെ അതിൽ വഴി പോകുന്നു. മോഹിച്ച കണ്ടില്ലേ? ഞാൻ അപ്പഴാ പറഞ്ഞു ഉമ്മ അവളുടെ പുറകെ പോവല്ലേ പോവല്ലേ. അപ്പൊ ഞാൻ പറയും എപ്പോഴും ഓണത്തിന് ഓർമ്മ വരികയാണ്. അയ്യോടാ, ആരും പറഞ്ഞില്ലല്ലോ പ്രേമിക്കാൻ പോവാൻ. ചതിച്ചല്ലോ അപ്പ. തേപ്പാണ് തേപ്പ്. അഞ്ചു പിന്നെ ചിരിക്കാണ്ട് ഇനി എന്റെ കൂടെ ഇരുന്ന് കരയണ. കണ്ണടിക്കുമ്പോ എപ്പോഴും ഓണം മാത്രം ഓർമ്മ. നിങ്ങളെങ്ങനെങ്കിലും ഓരോ വീട്ടില് പോയിട്ട് എനിക്ക് ഓണക്കാല് നോക്കുമ്പോ ഇപ്പൊ ചെല്ലി ഇപ്പൊ കെട്ടിച്ചു. മുലകുടി പറ്റാത്ത കുട്ടികളെ വീട്ടിൽ പോയിട്ട് നിങ്ങളമ്മ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാ. അപ്പൊ കാണേനി നിങ്ങൾ പ്രേമിച്ചല്ലേ കെട്ടിയേ? നിങ്ങൾ പിന്നെ എത്ര പ്രേമിക്കാൻ പറയും? നിങ്ങൾ 2ാം ക്ലാസ് തൊട്ടിട്ട് പ്രേമിക്കുന്നല്ലേ പറഞ്ഞു എന്നോട്. ഏതായാലും 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്.
കറക്റ്റ് ടൈം ആവും. എടാ നിക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എടാ ഇത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കരയണത്. എന്താണ് ഇത്? ഒരു പെണ്ണ് തേച്ചതിനാണ് ഈ കരയണത്. ഒന്ന് പോയാ 100 എണ്ണം ഉണ്ട് നമ്മളെ നാട്ടില് പെണ്ണുങ്ങള്. ഈ അടുത്തന്നെ സെറ്റാക്ക്. വേണ്ട, എനിക്ക് ഓളെ തന്നെ മതി. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കാര്യങ്ങളൊക്കെ കൊടുക്കും. നിങ്ങളെ ഈ തത്തം പറിച്ചിലൊക്കെ വീട്ടിൽ പോയി എന്നോട് പറയണ്ട, ഉമ്മാനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ പ്രായത്തിൽ അതൊക്കെ തോന്നും. അപ്പൊ ഈ തോന്നുന്നത് ഇങ്ങനെ ഈ പ്രായത്തിൽ തോന്നിയില്ലെങ്കിലാ പ്രശ്നം. ഈ പ്രായത്തിൽ ഇങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് എന്തോ കേടുന്നത് ഞങ്ങൾ മനസ്സിലാക്കും. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരു കേടുമില്ല. അവിടെ ഈ ഒരു കാര്യം ചെയ്തോ, അതൊക്കെ പറ്റാവുന്ന ഒരു കുട്ടീനെ ഈ വീണ്ടും ലൈനാക്കി എന്താ പറയാ സെറ്റാക്കിക്കോ. ഇതെന്താ ഇങ്ങനെ നോക്കണേ? എനിക്ക് നോക്കൂടെ തന്നെ ഓനെങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്? പാപ്പ എനിക്ക് കിട്ടാത്തതിന്റെ സ്നേഹം ആ പെണ്ണ് അത്രയും കൊടുത്തില്ലേ? ആയിക്കോട്ടെ, ഇങ്ങനെ ചൊറിയണ്ട. എന്തായാലും എനിക്ക് ഞാൻ തരട്ടോ. പിന്നെ എന്തേ ബേജാറാവുണ്ടാവുക. പുതിയൊരു സംഭവം സെറ്റാക്കി. എനിക്ക് ഓളെ മനസ്സിന്ന് പോണില്ല. ഇപ്പൊ ഞാനും കരയിട്ടപ്പോ സ്കൂള് പോയെങ്കിൽ അതിനേക്കാൾ നല്ല ഗ്ലാമറിൽ എത്ര പെൺകുട്ടികള് പഠിക്കണ ഇതിലുണ്ട്, കോളേജിലും സ്കൂളൊക്കെ ഉണ്ട്. അപ്പൊ പ്രേമിക്കാവുന്നല്ലേ ഉള്ളൂ. അടി അങ്ങോട്ട് കിട്ടില്ല. പാപ്പിനോട് ചോദിക്കുമ്പോ ഞാന് പ്രേമിച്ചാലോ പാപ്പ? എന്താ പാപ്പ ഇക്കാക്ക് പറ്റാങ്കി പിന്നെ എനിക്ക് പറ്റും. ആ പെണ്ണെ പോലെ ആയിരിക്കില്ല ഞാനും പ്രേമിച്ചോട്ടെ. നിങ്ങൾ രണ്ടാളും പ്രേമിക്കണ്ട. അതൊക്കെ സമയമാകുമ്പോ ഉപ്പിയും കൂടിയായിട്ട് നടത്തി തന്നോണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രേമിക്കാം, അമ്മക്ക് പ്രേമിക്കണേനാണ്. എന്തൊരു വരച്ചിലായി തീർന്നത്. എവിടുന്നേ ഈ പെൺകുട്ടീനെ കണ്ടെത്തിയത്? ഇനി എവിടെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കണ്ണി കണ്ട പെൺകുട്ടികളെ കണ്ണിലും പോലും പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെയാവും. എന്നോട് പറയണ കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ ഈ വരുന്ന ഫെബ്രുവരി 14 15 എന്താ പരിപാടി ഉണ്ടല്ലോ അവർക്ക് ഐഫോൺ 17 കൊടുക്കണം. ഇന്റെ കൈ കൊണ്ടല്ലേ വെറുതെ ഇങ്ങനെ സമാധാനിച്ചോളി. അത് പോയില്ല. ഭാഗ്യ പൈസ പോയില്ല. ഇതിന്റെ അടുത്ത് ഞാൻ തരാതെ എങ്ങനെ പോയിട്ട് ഞാൻ ലോൺ എടുത്തിട്ടൊന്ന് എടുത്തിട്ട് അടക്കിയത്. ഞാൻ ഓൾക്ക് ആരും അറിയാതെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്ത് ഐഫോൺ 17? കള്ള പൈസ എവിടെ കിട്ടിയത്? ഞങ്ങൾ എന്താണ് ഈ കേക്കണത്? എന്താ ഞാൻ വേണ്ടത്? പറയുന്നത് കേട്ടല്ലോ അല്ലേ? അപ്പൊ ഇതൊന്നും ഈ കണ്ടെത്തിയില്ലേ? എനിക്ക് അതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല പാപ്പ. ആ ഫോണ് ഞാൻ ഇനി പോയി ചോദിച്ചു നോക്കട്ടെ. നീ കാണാറില്ലേ കാര്യം? നിന്റെ പൈസ ഒന്നും പോയതായിട്ട് ഞാൻ മറഞ്ച് എവിടെ അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ആരെ മോളാണ്? സുധാകരൻ. ഞാൻ ഇപ്പം പ്രേമിച്ചിട്ട് ഗിഫ്റ്റ് കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ മടക്കി വാങ്ങാൻ നടക്കല്ലേ? നാട്ടിലുള്ള നരിയും വരിയും പോകൂലേ? ഒരു ആൺകുട്ടി എന്തിട്ടാണ് ആത്മാർത്ഥ പൈസ എടുത്തിട്ട് അതിനകത്തെന്താ? അതിനകത്തെന്താ? ഓളിന്ന് നല്ലപോലെ നല്ലോണം നോക്കല്. ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടെങ്ങനെയാണ് ഫോൺ മേടിച്ചു കൊടുക്കുക? എന്തൊരു കഥ! എങ്ങനെ ഫോണ് തിരിച്ചു വാങ്ങി ഓളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഓള് പരാതി കൊടുക്കുന്നു. എന്തേലും പറഞ്ഞാ അത് പ്രശ്നമാവും. കേസായി കഴിഞ്ഞ് നിന്റെ മോൻ തന്നെ പോയി കിടക്കേണ്ടി വരും. അപ്പാക്കായിട്ട് പിന്നാലെ നടക്കാൻ നേരില്ല. അപ്പൊ ഈ പോത്ത് ഇതൊക്കെ ചെയ്യുന്ന മോളെ നോക്കിക്കൂടെ? എന്റെ പാപ്പ ഞാനൊരു 100 തവണ പറഞ്ഞ ആ പെണ്ണ് കൊള്ളൂല, അതിന്റെ പുറകെ പോവല്ലേന്ന്. ഇപ്പൊ ദിവ്യ പഠിപ്പിക്കണ്ട പെണ്ണിനെ. ഓളാണ് ഏറ്റവും വലിയ ചതിയെത്തി. എന്നോട് ഇത്ര ചെയ്തിട്ട് പിന്നെ എന്തിനോൾക്ക് വേണ്ടി കരയാൻ നിൽക്കുന്നത്? പൈസ കൊണ്ടെന്തെങ്കിലും എടുക്കണം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നാണും മഴയില്ല. പട ആൾമാരെന്ന് പൈസ എടുത്ത് അറിയാനേ കേട്ടിട്ടുണ്ടാവത്തിരുന്നോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തിരുന്നോ? ആ ആൾക്കാരെ വിളിച്ച് വേഗം പൈസ കൊണ്ടുവരാൻ നോക്കി, ഫോണ് കൊണ്ടുവരാൻ നോക്കി. 2 ലക്ഷം റുപ്യ ഉണ്ടാവും. ഓൾക്ക് പ്രായപൂർത്തിയാവും. ഓളെ എനിക്ക് കെട്ടിച്ചേരണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതിനേക്കാൾ നല്ല മര്യാദക്ക് കേറി പോയിക്കോ. അതിന്റെ ആത്മഹത്യ എന്നിട്ട് ഓരോ ഗുരുമാലകൾ കാട്ടിട്ട് ഞാൻ പറഞ്ഞു പാപ്പ ഇക്കാന്റെ അടുത്ത്. ഒരു പെണ്ണ് വെച്ചിച്ച് പറഞ്ഞിട്ട് എനിക്കതല്ല എന്റെ കായ് പോയതാണ് പ്രശ്നം. ഇതാണ് ഉമ്മ ട്രൂ ലവ്. ഓടി അത്
അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലേ